26 നിരപരാധികളുടെ ജീവനെടുത്ത പാകിസ്ഥാന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി കൊടുത്തു. എന്നാൽ പാകിന്റെ വെള്ളം കൂടി മുട്ടിച്ച നടപടിയാണ് ലോകത്തെ ഞെട്ടിച്ചത്. വെള്ളം തടഞ്ഞതോടെ വേനലിൽ വലയുകയാണ് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ സ്വീകരിച്ച നടപടികളിൽ ആദ്യത്തേതായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ. ഒരു ഒത്തുതീർപ്പിനായി പല തവണ പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ചിട്ടും നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ നടപടി കടുപ്പിച്ചതോടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമായി. വിശദമായി പരിശോധിക്കാം. കടുത്ത വേനലിൽ സിന്ധു, ഝലം, ചിനാബ് നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. ഇതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നുള്ള ജലവും ഇല്ലാതായതോടെ കൃഷി നടത്താനാവാതെ വലയുകയാണ് പാകിസ്ഥാൻ ജനം. തദ്ദേശ നദികളിൽ വെള്ളം കുറഞ്ഞത് മാത്രമല്ല കൃഷിയെ പ്രതിസന്ധിയിലാക്കിയത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്ന് ഒഴുകിയിരുന്ന നദികളിൽ നിന്നുമുള്ള ജലത്തിന്റെ ലഭ്യതയും ഇല്ലാതായി. സിന്ധു നദിയിലെ ചർബല ഡാമിലും ഝലം നദിയിലെ മംഗ്ല ഡാമിലും ജലത്തിന്റെ അളവിൽ വലിയ കുറവുണ്ടായതായി പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട രേഖകളിൽ പറയുന്നു. 2024 ജൂൺ 2 കണക്കുമായി നോക്കുമ്പോൾ 2025 ജൂണിൽ പഞ്ചാബ് പ്രവിശ്യയുടെ ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ അളവിൽ 10.3% കുറവ് വന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഈ പ്രവിശ്യയിലെ കാർഷിക വൃത്തിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്താൻ ഇനിയും 4 ആഴ്ച കൂടി വേണമെന്നിരിക്കെ വരും ദിവസങ്ങളിൽ വലിയ ജലദൗർബല്യം ഉണ്ടാകാനാണ് സാധ്യത. ഇസ്ലാമാബാദിലെ ഇൻഡസ് റിവർ സിസ്റ്റം അതോറിറ്റിയുടേതാണ് ഈ കണക്കുകൾ. സിന്ധു നദീജല കരാർ പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും സിന്ധു, ഝലം, ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും തടയുമെന്നാണ് ജൽശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. എന്നാൽ ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ഇടയിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ സൈനിക മേധാവി രംഗത്തെത്തി ഇന്നലെ. വെള്ളം പാകിസ്ഥാന്റെ ചുവപ്പ് രേഖയാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അസീം മുനീർ രംഗത്തെത്തിയത്. സിന്ധു നദീജല ഉടമ്പടി പാകിസ്ഥാന്റെ ചുവന്ന രേഖയാണെന്നും ജലപ്രശ്നത്തിൽ പാകിസ്ഥാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്നും അസീം മുനീർ പറയുകയായിരുന്നു. 24 കോടി പാകിസ്ഥാനികളുടെ ഈ അടിസ്ഥാന അവകാശത്തിൽ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ല എന്നുമാണ് പാകിസ്ഥാന്റെ നിലപാട്. സിന്ധു നദീജല കരാർ ന്യൂഡൽഹി താൽക്കാലികമായി നിർത്തിവെച്ചതിനെതിരെ പാകിസ്ഥാൻ നേതാക്കൾ ഇന്ത്യയെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ടു പോയില്ല ഇന്ത്യ. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ 26 നിരപരാധികളെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷം വർദ്ധിച്ചത്. മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി. തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു.